UK എനർജി സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ബിസിനസ് സ്റ്റഡീസ് പരീക്ഷയുടെ വിശകലനമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ഓരോ ചോദ്യമായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യമായിരുന്നു ഇൻ്ററാക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി വിത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്നുള്ളത്. ഇൻ്ററാക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി വിത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്നുള്ളത് ആൻസർ ഗ്ലോബലൈസേഷൻ എന്നാണ്. ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള അധ്യായത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഗ്ലോബലൈസേഷൻ എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഓർഗനൈസേഷൻ സ്ട്രക്ചർ ലീഡ്സ് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഉള്ളത് ഏത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത് ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് അതിൽ വരുന്നത്. ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കറക്റ്റ് ഇക്വേഷൻ എന്താണെന്നാണ്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. ഒരുവിധം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം പരിശോധിക്കാം. അതിൽ ഓഡ് വണ്ണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഫീച്ചേഴ്സാണ്. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഫീച്ചേഴ്സിൽ നിന്ന് വരാത്തത് ഏത് എന്ന രീതിയിലാണ് റിലേറ്റിംഗ് ടു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഫീച്ചേഴ്സിൽ വരാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് റിജിഡിറ്റി എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത് എന്താണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻസ്, ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. ഇത് വരുന്നില്ല. റിജിഡിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾസ് വരുന്നില്ല. ഇനി അടുത്ത പരിശോധിക്കാം. അതിൽ ചോദ്യം ഇതാണ്. അദ്ദേഹം ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പം അത് ഏത് ലെവലിൽ വരുന്നതാണ്? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണ് ടോപ്പ് ലെവലിലാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷം എന്നുള്ളതാണ്. ഒരു ചാപ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താണ് ഉത്തരം? 1986. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈലൻറ്റ് സെയിൽസ്മാൻ എന്നുള്ളത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2018 ചോദ്യപേപ്പറിൽ ഉണ്ടായിട്ടുള്ള ചോദ്യമാണിത്. സൈലൻറ്റ് സെയിൽസ്മാൻ എന്നുള്ളത് ഉത്തരം പാക്കേജിംഗ് എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. പാക്കേജിംഗ് എന്നാണ് ആൻസർ. നെക്സ്റ്റ് പേർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പേർട്ട് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ്. കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്കായിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് ലീഡ്സ് ടു മാനേജറിയൽ എഫിഷ്യൻസി. മാനേജറിയൽ ആൻഡ് ഓപ്പറേഷൻ എഫിഷ്യൻസി ഉള്ളത് എന്താണ്? ഏത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് എന്നുള്ളത്. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഫങ്ഷണൽ സ്ട്രക്ചറാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഫങ്ഷണൽ സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരിശോധിക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ഷൻ ടെസ്റ്റിൻ്റെ ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. സെലക്ഷൻ ടെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സെലക്ഷൻ ടെസ്റ്റ് പലതരത്തിലുണ്ട്. നമ്മുടെ സെലക്ഷൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻ്റലിജൻറ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, അങ്ങനെയുള്ള ഏതെങ്കിലും 2 ടെസ്റ്റിനെ കുറിച്ചിട്ട് എഴുതാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. 2 സ്കോറാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. മാനേജ്മെൻറ്റ് സയൻസ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണത്. മാനേജ്മെൻറ്റ് സയൻസ് എന്ന രീതിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്.
സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. മാനേജിങ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ആഫ്റ്റർ ദ സയൻറ്റിഫിക് എൻക്വയറി. ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്നൊക്കെയുള്ള മാനേജ്മെൻറ്റ് സയൻസാണ് എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ഇതിൽ ചോദ്യകർത്താവ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി 13ാമത്തെ ചോദ്യം പരിശോധിക്കാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. 14 പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ടീം സ്പിരിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ ടീം സ്പിരിറ്റുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഏതാണ് എന്നാണ് ചോദ്യം. 14 പ്രിൻസിപ്പിൾസിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് പ്രിൻസിപ്പിളായിട്ട് വരുന്ന യൂണിയൻ ഈസ് സ്ട്രെങ്ത്. യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? എസ്പിരിറ്റ് ഡി കോംസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരിശോധിക്കാം. അത് മാനേജ്മെൻറ്റ് ഷുഡ് ബി എ പ്ലേസ് ഫോർ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവറിത്തിങ് ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാത്തിനും എന്താണ് ഒരു കൃത്യമായിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡെസിഷൻ മേക്കിംഗ്. പ്ലാനിങ് തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ പ്ലാനിങ് എന്നുള്ള അധ്യായത്തിൽ നിന്ന് പ്ലാനിങ്ങിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസൊക്കെ ആണ് ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ടത്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ. ഇനി കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. കൺസ്യൂമർ റൈറ്റ്സ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നുള്ള അധ്യായത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. കൺസ്യൂമേഴ്സിന് റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് റെസ്പോൺസിബിലിറ്റീസാണ്. അവെയർ ഓഫ് ദ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നീട് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുക, ബൈ ഓൺലി സ്റ്റാൻഡേർഡ് ഗുഡ്സ്. പിന്നീട് അതിൻ്റെ റിസ്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. റീഡ് ലേബിൾസ് കെയർഫുള്ളി, വായിച്ചു നോക്കുക. ഫയൽ കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3 ഫീച്ചേഴ്സ് ഓഫ് ദ ഗുഡ് ബ്രാൻഡ് നെയിം. ബ്രാൻഡിങ് എന്നുള്ള ബ്രാൻഡ് നെയിമിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രാൻഡിങ് എന്നുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു മികച്ച ബ്രാൻഡ് നെയിം അത് ഫേമിലായാലും കസ്റ്റമേഴ്സിനെയും എന്താണ് ഏറെ ഉപകാരപ്രദമാണ്. ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതൊക്കെയാണ് ബ്രാൻഡുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബ്രാൻഡിൻ്റെ ക്വാളിറ്റീസാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് എന്തായിരിക്കണം? ഷോർട്ടായിരിക്കണം, വളരെ ഈസി ആയിരിക്കണം, പിന്നീട് ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളതായിരിക്കണം, പിന്നീട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം, പിന്നീട് പ്രൊട്ടക്റ്റഡ് ലീഗലി തുടങ്ങിയിട്ടുള്ള ബ്രാൻഡിങ്ങിൻ്റെ ക്വാളിറ്റീസാണ് ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നുള്ള ഭാഗത്താണ് ചോദ്യം വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള അധ്യായത്തിൽ നിന്ന് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നുള്ളൊരു ഭാഗമാണ് ചോദ്യത്തിന് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആസൂത്രണം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റിംഗ് ദ ഫണ്ട് റിക്വയർമെൻറ്റ് ഓഫ് ബിസിനസ് ആൻഡ് സ്പെസിഫൈയിങ് ദ സോഴ്സ് ഓഫ് ഫണ്ട്. എസ്റ്റിമേറ്റിംഗ് ഫണ്ട് റിക്വയർമെൻറ്റ് ആൻഡ് സ്പെസിഫൈയിങ് സോഴ്സസ് ഓഫ് ഫണ്ട്. ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നുള്ളത്.
ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ വരുന്ന പ്രധാനപ്പെട്ടുള്ളതാണ് സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമാറ്റ്, കരിയർ അഡ്വാൻസ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ തുടങ്ങിയവയൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇൻസെൻറ്റീവ്സ് വിച്ച് ആർ നോട്ട് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണിയാണ് എന്ത് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നുള്ളത്. അപ്പം ഇതൊക്കെ എക്സാമ്പിൾസൊക്കെ അതിൽ എഴുതി വെക്കാം. ലിസ്റ്റ് എനി 3 എന്നാണ് ചോദ്യത്തിലുള്ളത്. ഇനി നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. പ്ലാനിങ്ങിൻ്റെ ടൈപ്സാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലാൻസിൻ്റെ ടൈപ്സാണ്. ഒന്നാമത്തെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. എന്തായിരിക്കും? ബഡ്ജറ്റാണ്. പ്രതീക്ഷിക്കുന്ന നമ്മുടെ ന്യൂമറിക്കൽ ടേംസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ബഡ്ജറ്റാണ്. രണ്ടാമത്തെ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇൻവോൾവ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വാട്ട് ഈസ് നോട്ട് ടു ബി ഡൺ. എന്തായിരിക്കും? റൂൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. ഓൺട്രപ്രണറും മാനേജറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ആരാണ് ഓൺട്രപ്രണർ, ആരാണ് മാനേജേഴ്സ് എന്നുള്ള ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ED എന്നുള്ള ഒരു ഭാഗത്താണ് ചോദ്യം. താരതമ്യേന എളുപ്പമുള്ളൊരു ചോദ്യമാണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. കാരണം ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൺട്രപ്രണർ ഓണറായിരിക്കും, കമ്പനീസിലെ ഓണറായിരിക്കും. മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവൻ്റാണ്. ഓൺട്രപ്രണറിന് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ മാനേജർ കിട്ടുന്ന എന്തായിരിക്കും? സാലറി ആയിരിക്കും. ഓൺട്രപ്രണർ കിട്ടുന്ന പ്രോഫിറ്റാണ്, മാനേജർ കിട്ടുന്നതായിരിക്കും സാലറി ആയിരിക്കും. പിന്നീട് ഓൺട്രപ്രണർ ആക്ട് ആസ് എ ഇന്നോവേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ബട്ട് വാട്ട് ദാറ്റ് മാനേജർ എക്സിക്യൂട്ട് ദ പ്ലാൻസ് ഡൺ ബൈ അദ്ദേഹം എന്താണ്? ഒരു ജോലി നടപ്പിലാക്കുന്ന ഒരു ആൾ മാത്രമാണ്, എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ മാത്രമാണ് മാനേജർ. അപ്പം ആ രീതിയിലുള്ള കുറച്ച് പോയിൻറ്റ്സാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഇൻ ദ മാർക്കറ്റിംഗ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഒരുപാട് തരത്തിലുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രൊഡക്ഷൻ കോൺസെപ്റ്റാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കോൺസെപ്റ്റിനെ വിളിക്കുന്നതാണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്നുള്ളത്. അതായത് പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ബിക്കം ദ കീ ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ദ ഫേം അണ്ടർ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻ്റർ റിലേറ്റഡ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും എന്താണ്? പരസ്പര ബന്ധിതമാണ്. അപ്പം അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ളത്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, പ്ലാനിങ് ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കൺട്രോൾ ആൻഡ് കൺട്രോൾ ഈസ് എയിംലെസ് വിത്തൗട്ട് പ്ലാൻസ്. അപ്പം പ്ലാനിങ് കൺട്രോളും ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അതിനകത്ത് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ചോദ്യം. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം ചോദ്യം ഇതാണ്: ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഡെവലപ്പ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. നിലവിലുള്ള ആൾക്കാരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത്
ഏതാണ്? ഇതായിരിക്കും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഒരുപാട് തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ സോഴ്സിൻ്റെ ഏതെങ്കിലും 4 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 24ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പ്രോസസ് ബൈ വിച്ച് ദ മാനേജർ സിങ്ക്രണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സിങ്ക്രണൈസ് ചെയ്യുക, എല്ലാം എന്താണ്, കൂട്ടിയോജിപ്പിക്കുന്നത്. ഏത് പ്രവർത്തനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായിരിക്കും കോർഡിനേഷൻ എന്നുള്ളതാണ് ആൻസർ. ഇനി കോർഡിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഓർഗനൈസേഷനകത്ത് പ്രോഫിറ്റ് മേഖല സഹായിക്കുന്ന ആ രീതിയിനകത്തുള്ള നിങ്ങൾക്ക് പോയിൻറ്റ്സ് ആണ്. കോർഡിനേഷൻ ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ് എഴുതി വെക്കാവുന്നതാണ്. നെക്സ്റ്റ് 25ാമത്തെ ചോദ്യം, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. 25ാമത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് പ്രധാനമായിട്ടും പല മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ ഏതെങ്കിലും 2-3 എഴുതാനുള്ള 3 ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രഷറി ബില്ലെന്ന് പറഞ്ഞാൽ ഞാൻ RBI ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ത് T-ബിൽ അല്ലെങ്കിൽ ട്രഷറി ബിൽ എന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ബിൽ, കൊമേഴ്ഷ്യൽ ബില്ല് തുടങ്ങിയിട്ടുള്ള ഒരുപാടുണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും എഴുതി വെക്കാവുന്നതാണ്. 2 മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് എന്നുള്ളത് അതിൽ പെട്ടെന്ന് നമുക്ക് അത്രയൊന്നും കൺഫ്യൂഷൻ ഉള്ളതല്ല. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ OJT, ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇൻറ്റേൺഷിപ്പ് എന്നുള്ള എന്താണ്, ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. നെക്സ്റ്റ് ട്രാൻസ്ഫർ എന്താണ്, ഒരുപാട് തവണ പഠിച്ചാണ്, ഇൻറ്റേർണൽ സോഴ്സാണ്. നെക്സ്റ്റ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, എന്താണ്, എക്സ്റ്റേണൽ സോഴ്സാണ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നീട് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്ന നമുക്ക് ഒരുപാട് ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുന്നില്ല, അപ്പോൾ അതെന്താണ്, നെഗറ്റീവായിട്ടുള്ള പ്രോസസ്സാണ്. നെക്സ്റ്റ് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് വരുന്നതാണ് കോൺഫറൻസ് എന്നുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ചോദ്യം, മെൻറ്റർ റെവല്യൂഷൻ ഇൻ റിലേഷൻ ടു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. മെൻറ്റൽ റെവല്യൂഷൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഇവിടെ എന്താണ്, അപ്പോൾ ആ മെൻറ്റൽ റെവല്യൂഷൻ ചേഞ്ച് ദ മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്, ഇതാണ് മെൻറ്റൽ റെവല്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ രീതിയിലാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചസിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 28ാമത്തെ ചോദ്യം, 5 ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. 5 ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ഒരു ഭാഗത്താണ് ചോദ്യം വന്നിട്ടുള്ളത്. 28ാമത്തെ ചോദ്യം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ഭാഗത്താണ്. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി പ്രധാനമായിട്ടും വരുന്നത് കോമ്പറ്റീഷൻ ഇൻ ദ ഇന്ത്യൻ ഫേംസ് ഇൻക്രീസ്ഡ്, കസ്റ്റമേഴ്സിന് എന്താണ് വൈഡ് ചോയ്സ്, റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, എൻ്റർപ്രൈസ് ആർ ഫോക്കസ്ഡ് ടു കണ്ടിന്യൂസ്ലി മോഡിഫൈ ദർ ഓപ്പറേഷൻസ്, നീഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻ എമംഗ് ദ എംപ്ലോയീസ് വിത്തൗട്ട് കോൺഷ്യസ് പർപ്പസ്. അത് എന്തായിരിക്കും, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് ബന്ധപ്പെട്ട നെറ്റ്വർക്കും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ കോൺസെപ്റ്റ് ആദ്യം എഴുതുക, അതുമായിട്ട് then എക്സ്പ്ലെയിൻ ചെയ്യാണ് ചോദ്യം വന്നിട്ടുള്ളത്. 29ാമത്തെ. നെക്സ്റ്റ് 30ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അബൌട്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സൈക്കിള്, സീസണൽ ഫാക്ടേഴ്സ്, ക്രെഡിറ്റ് പോളിസി, ഓപ്പറേഷണൽ എഫിഷ്യൻസി, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ തുടങ്ങിയവയൊക്കെയാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാവുന്നതാണ്. നെക്സ്റ്റ് 31ാമത്തെ ചോദ്യം, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. 31ാമത്തെ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് ബാരിയേഴ്സിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ബാരിയേഴ്സൊക്കെ എന്താണ്, ആ ക്ലാസിഫിക്കേഷൻ കൂടി എഴുതി വെക്കാനാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സെമൻറ്റിക് ബാരിയേഴ്സ് ഉണ്ട്,
സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ട്. അപ്പം അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെമൻറ്റിക്, സൈക്കോളജിക്കൽ ആൻഡ് ഓർഗനൈസേഷൻ ബാരിയേഴ്സ്. അതുപോലെ തന്നെ പേഴ്സണൽ ബാരിയേഴ്സും ഉണ്ട്. 4 തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. അതിനകത്തുള്ള പോയിൻറ്റ്സാണ് എസ് എ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. ഇനി 32ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് അഡ്വർടൈസ്മെൻറ്റ് പ്രൊമോഷൻ ടെക്നിക് എന്ന രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളതിന് ഒരു ചോദ്യമാണ് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ എന്താണ് അഡ്വർടൈസ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ളതാണ് എഴുതാൻ വേണ്ടിയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ഓരോ ആൾക്കാർ മാനുഫാക്ചറേഴ്സിനും ട്രേഡേഴ്സിനും കൺസ്യൂമേഴ്സിനും സൊസൈറ്റിക്കൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഉപകാരപ്രദമാകുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി പെയ്ഡ് ഫോം ഓഫ് ദ നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ്, സർവീസ് ഓഫ് ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. ഇനി ഇത് മാനുഫാക്ചറിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ് സ്റ്റിമുലേറ്റ്സ് ദ കൺസ്യൂമർ ടു പർച്ചേസ് ദ ന്യൂ പ്രൊഡക്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പോയിൻറ്റ്സ് നമുക്കിതിനോട് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെയും സൊസൈറ്റീസിനെയും ഇത് എങ്ങനെയാണിത് ഹെൽപ്ഫുള്ളാവുന്നത്, ആ രീതിയിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പരീക്ഷ പൊതുവെ താരതമ്യേന ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ള സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ടായിട്ടില്ല. ബിസിനസ് എൻവയോൺമെൻറ്റ് കോമ്പണൻസ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ചോദ്യങ്ങളും തന്നെ പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. +2 ബിസിനസ് സ്റ്റഡീസ്, ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്ലാസ്സുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. കീപ്പ് വാച്ചിങ്.